Good afternoon. Good afternoon, Okay. Good afternoon, ma'am. Okay, good afternoon. Ananya, good afternoon. Good afternoon, ma'am. Okay. എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? ഓക്കെ, അച്ഛന ഗുഡ് ആഫ്റ്റർനൂൺ. കഴിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിച്ചു അനന്യ, ഇത് തന്നെ കഴിച്ചുള്ളൂ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഓക്കെ വൈഷ്ണവി ജിഷാഷിന് ഓക്കെ ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആയിരുന്നു അല്ലെ? ഓക്കെ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന്റെ എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടാണ് നമ്മൾ കണ്ടത് അല്ലെ? ഒരു മിനിറ്റ് കേട്ടോ, ഇപ്പൊ വരാവേ. എല്ലാവരും ജോയിൻ ചെയ്യുന്ന അപ്പൊ നമ്മള് ഓരോ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിനെ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് കണ്ടിരുന്നു അല്ലെ? അപ്പൊ കുറെ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് കുറെ ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത്, ഇൻഫെക്ഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത്, അതുപോലെ ICU എമർജൻസി, ഓപ്പറേഷൻ തിയേറ്റർ, ലാബ് ഓഫ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, പിന്നെ ഫാർമസി, ഫ്രണ്ട് ഓഫീസർ, അതുപോലെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഒരു 3 ഡിപ്പാർട്ട്മെന്റും കൂടെ നമുക്ക് നോക്കാനുണ്ട്. അതിൽ ഒന്നാമത്താണ് HRM അഥവാ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ? ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അഥവാ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് ആണ് കേട്ടോ. അതായത് എംപ്ലോയീസിന്റെ സംതൃപ്തി സൂചിക, അതിന്റെ പെർസെന്റേജ് ആണ് കേട്ടോ. പെർസെന്റേജ് ഓഫ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ എംപ്ലോയീസ് ആണ് അല്ലെ? ഒരു ഓർഗനൈസേഷന്റെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് ആണ്, അവരാണ് അവിടുത്തെ വർക്ക് ഫോഴ്സ് അല്ലെ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് കേട്ടോ. അതായത് എംപ്ലോയീസിന്റെ ഈ പറയുന്ന സംതൃപ്തി സൂചിക, അവർ എത്രത്തോളം സംതൃപ്തരാണ്, അവിടെ അവർ വർക്ക് ചെയ്യുന്നതിൽ അവർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്നതിന്റെ പെർസെന്റേജ്. ഓക്കെ, രണ്ടാമത്തെ വരുന്നത് എംപ്ലോയി അട്രിഷൻ റേറ്റ് ആണ്. അട്രിഷൻ റേറ്റ് എന്ന് പറഞ്ഞിരുന്നത് ജോലി മതിയാക്കി തിരിച്ചു പോകുന്ന അല്ലെ, ജോലി വേണ്ടാന്ന് വെച്ച് ജോലി മതിയാക്കി തിരിച്ചു പോകുന്ന എംപ്ലോയീസുകളുടെ നിരക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എംപ്ലോയി അട്രീഷൻ റേറ്റ് ആണ്. അതായത് എംപ്ലോയീസിന്റെ കൊഴിഞ്ഞു പോക്ക് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പൊ എന്തുകൊണ്ടായിരിക്കും എംപ്ലോയീസ് ജോലി മതിയാക്കി പോകുന്നത്? പക്ഷെ അവർക്ക് മറ്റെന്തെങ്കിലും തൊഴിലിടങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്ഥാപനത്തിൽ ജോലി സംബന്ധമായിട്ട് അവർക്ക് എന്തെങ്കിലും ഡിസാറ്റിസ്ഫാക്ഷൻസ് ഉണ്ടായിരിക്കാം അല്ലെ? അതുകൊണ്ടാണ് ചിലപ്പോൾ അവർ ജോലി വേണ്ടാന്ന് വെച്ച് പോകുന്നത് അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള എംപ്ലോയി അട്രിഷൻ റേറ്റ്, ജീവനക്കാരുടെ കൊഴിഞ്ഞുപോക്ക് അല്ലെങ്കിൽ ജോലി മതിയാക്കി പോകുന്ന എംപ്ലോയീസിന്റെ നിരക്ക്. പിന്നെ മൂന്നാമത്തെ എന്താണ്? എംപ്ലോയി ആബ്സെന്റീസം റേറ്റ് അല്ലെ? ഹാജരാകാതിരിക്കുന്ന എംപ്ലോയീസിന്റെ നിരക്ക്. ഈ ഹാജരാകാതിരിക്കുന്നതും ഈ പറയുന്ന പോലെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടായിരിക്കാം അല്ലെ? കൂടുതൽ എന്താണ് ആബ്സെന്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല സൂചനയില്ല അല്ലെ? സോ എംപ്ലോയി ആബ്സെന്റീസം റേറ്റ് കേട്ടോ, അതായത് ഹാജരാകാതിരിക്കുന്ന എംപ്ലോയീസിന്റെ നിരക്ക്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പെർസെന്റേജ് ഓഫ് എംപ്ലോയീസ് who are informed of employee rights
റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് വെൽഫെയർ സ്കീംസ്. അതുകൂടാതെ എങ്ങനെയുള്ള എംപ്ലോയീസിന്റെ ശതമാനമാണ്, അതായത് എംപ്ലോയീസിന്റെ റൈറ്റ്സ് അല്ലെ, ഈ പറയുന്ന തൊഴിലാളികളുടെ അവകാശങ്ങള്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങള്, അതുപോലെ ക്ഷേമ പദ്ധതികള് എന്നിവയെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള അറിവും ധാരണയുമുള്ള എംപ്ലോയീസിന്റെ ശതമാനം. ഇതാണ് പറയുന്നത് പെർസെന്റേജ് ഓഫ് എംപ്ലോയീസ് who are informed of employee rights, responsibilities and welfare schemes. അതായത് ഈ പറയുന്ന എംപ്ലോയീസിന്റെ അവകാശങ്ങൾ അല്ലെ, ജീവനക്കാരുടെ അവകാശങ്ങള്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ഉത്തരവാദിത്തങ്ങള്, അവരുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേമ പദ്ധതികള് എന്നിവയെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങളുള്ള, കൃത്യമായിട്ടുള്ള നോളജും അറിവുമുള്ള എംപ്ലോയീസുകളുടെ ശതമാനം. എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു എംപ്ലോയിയെ സംബന്ധിച്ച് അവരവരുടെ ജോബ് റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ട് അവര് വളരെ നോളജബിൾ ആണെങ്കിൽ ഏറ്റവും നല്ല സേവനം, അവരുടെ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ എണ്ണമാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ നീട്ടിപ്പരത്തി പറഞ്ഞതുകൊണ്ടു ശരിക്കും എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ പെർസെന്റേജ് ആണ്. ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ട്, ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള, അതായത് അവരവരുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ അവരുടെ റൈറ്റ്സിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ധാരണയുള്ള എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വളരെയധികം എന്തായിരിക്കും, എഫിഷ്യന്റ് ആയിരിക്കും, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എംപ്ലോയീസ് ആയിരിക്കും അല്ലെ. അവരുടെ ശതമാനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്, പെർസെന്റേജ് ഓഫ് സ്റ്റാഫ് പ്രൊവൈഡഡ് പ്രീ എക്സ്പോഷർ പ്രൊഫൈൽ ആക്സിസ്. പ്രൊഫൈൽ ആക്സിസ് എന്താണെന്ന് നമുക്കറിയാം അല്ലെ, പ്രതിരോധമാണ് അല്ലെ പ്രൊഫൈൽ ആക്സിസ്. അപ്പൊ ഇതിന് പറയുന്നത് പ്രീ എക്സ്പോഷർ പ്രൊഫൈൽ ആക്സിസ്. നമുക്കറിയാം ഈ പറയുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ അല്ലെ, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുമ്പോൾ ധാരാളം രോഗികളുമായിട്ട് ഇടപഴകുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ ഇത്തരം രോഗികളുമായിട്ട് ഇടപഴകുമ്പോൾ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ പ്രതിരോധ നടപടികള് അല്ലെങ്കിൽ പ്രതിരോധ നടപടികള്, പ്രൊഫൈൽ ആക്സിസ് എടുത്തിട്ടുള്ള സ്റ്റാഫുകളുടെ ശതമാനം, ഇത്രയുമാണ് നമ്മൾ അതിനകത്ത് കണക്കാക്കുന്നത് കേട്ടോ. HRM അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഇതൊക്കെയാണ് ഒന്ന് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് അല്ലെ, അതിന്റെ പെർസെന്റേജ് ആണ് കേട്ടോ, എംപ്ലോയീസിന്റെ സംതൃപ്തി സൂചിക. ഓക്കെ, അവർ ആ ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്തതിൽ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നുള്ളതിന്റെ ശതമാനം. അതുപോലെ എംപ്ലോയി അട്രിഷൻ റേറ്റ് അല്ലെ, പൊഴിഞ്ഞു പോകുന്ന, ജോലി മതിയാക്കി പോകുന്ന, പിരിഞ്ഞു പോകുന്ന എംപ്ലോയീസുകളുടെ നിരക്ക്, എംപ്ലോയി ആബ്സെന്റീസം റേറ്റ്, ഹാജരാകാതിരിക്കുന്ന എംപ്ലോയീസുകളുടെ നിരക്ക്, അതുപോലെ തന്നെ എന്താണ് എംപ്ലോയീസിന്റെ റോൾസ്, റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ റൈറ്റ്സ് എന്നിവയെ പറ്റി വ്യക്തമായിട്ടുള്ള അറിവും ധാരണയും ഉള്ള എംപ്ലോയീസുകളുടെ ശതമാനം. അതുപോലെ എന്താണ് അനുയോജ്യമായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ എടുത്തിട്ടുള്ള പ്രീ എക്സ്പോഷർ പ്രൊഫൈൽ ആക്സിസ് എടുത്തിട്ടുള്ള സ്റ്റാഫുകളുടെ ശതമാനം. ഇത്രയുമാണ് എല്ലാം എന്താണ് ഹ്യൂമൻ റിസോഴ്സ് അവിടുത്തെ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ. അടുത്തത് പത്താമത്തെ നമുക്ക് നോക്കാനുള്ളത് ഡിസ്ചാർജ് സമ്മറി അല്ലെങ്കിൽ ഡിസ്ചാർജ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഏതാണ് ഒരേ ഒരെണ്ണുള്ളൂ, ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഇതാണ് ഡിസ്ചാർജിന് എടുക്കുന്ന സമയം. ഞാൻ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്ചാർജിന് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഡോക്ടർ ഒരു രോഗിക്ക് ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് അപ്രൂവല് കൊടുക്കുന്ന സമയം തൊട്ട് അവർ ആ ഹോസ്പിറ്റലിൽ ലീവ് ചെയ്തത് വരെ ഒരു സമയം, അതാണ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഒരു ഡോക്ടർ പേഷ്യന്റിന് ഒരു ഫോർമൽ ആയിട്ടൊരു അപ്രൂവൽ കൊടുക്കും, ഇന്ന ദിവസം ഡിസ്ചാർജ് ചെയ്യാം എന്നുള്ളൊരു ഫോർമൽ അപ്രൂവല് ഒരു ഡോക്ടർ ഒരു പേഷ്യന്റിന് അനുവദിക്കുന്ന സമയം തൊട്ട് ആ ഒരു പേഷ്യന്റ് ആ ഹോസ്പിറ്റൽ യൂണിറ്റ് വിടുന്നത് വരെയുള്ളൊരു സമയം, അതാണ് ഇത് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയുള്ളൂ അതിനകത്ത് വരുന്നത്. ഇനി 11ാമത്തെ വരുന്നത് മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെ? മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഈ പറയുന്ന എക്യുപ്മെന്റ്സുകള്, മറ്റുള്ള മെഷീനറീസുകള്, ഇൻസ്ട്രുമെന്റ്സുകള് അല്ലെ, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ആ ഒരു മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. രണ്ടെണ്ണം അതിനകത്ത് പറയുന്നുള്ളൂ. ഫസ്റ്റ് വൺ, ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം. ഇതാണ് ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം. ആദ്യം തന്നെ എന്താണ് ബ്രേക്ക് ഡൗൺ ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബ്രേക്ക് ഡൗൺ ടൈം എന്ന് പറഞ്ഞാൽ ടൈം ടേക്സ് ടു എന്താണ് ടു റിപ്പയർ
ഇൻ എക്യുപ്മെന്റ് കേട്ടോ. അതായത് ഒരു എക്യുപ്മെന്റ് നമുക്ക് റിപ്പയർ ചെയ്യുന്നതിന് എടുക്കുന്ന ആ ഒരു സമയമാണെന്ത് നമ്മൾ ഈ പറയുന്ന ബ്രേക്ക് ഡൗൺ ടൈം കേട്ടോ. ഓക്കെ, അതിനെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ടൈം ടേക്കൺ ടു ഫിക്സ് ആൻ എക്യുപ്മെന്റ് that has broken down or malfunction. കേട്ടോ, അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ. The time taken to fix an equipment that has been broken down or malfunction. അതായത് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റിനെ ഫിക്സ് ചെയ്യാനായിട്ട്, അതിനെ റിപ്പയർ ചെയ്യാനായിട്ട് എടുക്കുന്ന ആ ഒരു സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രേക്ക് ഡൗൺ ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം, ക്രിട്ടിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളാണ്. പക്ഷെ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത എക്യുപ്മെന്റ്സുകൾ. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് PCG മെഷീൻ അല്ലെങ്കിൽ MRI മെഷീൻ, അല്ലെ, അൾട്രാസൗണ്ട് സ്കാനിങ് മെഷീൻ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രിട്ടിക്കൽ എക്യുപ്മെന്റ്സ് ആണ്. അതൊരിക്കലും ഒഴിച്ചുകൂടാനാവാത്തതാണ്, അല്ലെ. ഇപ്പൊ വേണമെങ്കിലും ഏത് സമയത്തും നമുക്ക് ആവശ്യം വരുന്ന എക്യുപ്മെന്റ്സുകളാണ്, അല്ലെ. അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകളെയാണ് നമ്മൾ ക്രിട്ടിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. അത്തരം എക്യുപ്മെന്റ്സുകൾ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഹോസ്പിറ്റലിന്റെ സേവനങ്ങളെ എല്ലാം തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കും, അല്ലെ. അപ്പൊ ഓർത്ത് വെക്കാം, ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം ആണ്. ബ്രേക്ക് ഡൗൺ ടൈം മീൻസ് ദ ടൈം ടേക്കൺ ടു ഫിക്സ് ആൻ എക്യുപ്മെന്റ് that has been broken down or malfunction. കേടുപാട് വന്നിട്ടുള്ള അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റിനെ ഫിക്സ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു സമയത്തിനെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം, ഇത്തരത്തിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സിന്റെ ബ്രേക്ക് ഡൗൺ ടൈം എത്രയാണ് എന്നുള്ളതാണ് ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, മ്യൂട്ട് ആക്കിയിട്ടില്ലേ ഞാൻ? ഓക്കെ, മ്യൂട്ട് ആക്കിയിട്ടുണ്ട്, ടൈപ്പ് ആക്കിയിട്ടുണ്ട്. അതായത് ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് വെച്ചാൽ ബയോമെഡിക്കൽ എക്യുപ്മെന്റ്സ് ആവാം, ജനറൽ എക്യുപ്മെന്റ്സ് ഒക്കെ അതിനകത്ത് പെടുന്നതാണ്. രണ്ടാമത്തത് എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ് കേട്ടോ. എവിടെയൊക്കെയുള്ള എക്യുപ്മെന്റ് ആണ്? ഓപ്പറേഷൻ തിയേറ്റർ, ICU, ജനറൽ എക്യുപ്മെന്റ്സ്, ഇതിന്റെയൊക്കെ ഉപയോഗത്തിന്റെ നിരക്കാണ് കേട്ടോ. എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ്, എക്യുപ്മെന്റ്സുകളുടെ ഉപയോഗത്തിന്റെ നിരക്ക്. ഇത്രയുമാണ് മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഇതോടുകൂടി നമ്മുടെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ പഠിച്ചു. അത് 32 പഠിച്ചു. അതിനുശേഷം നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകളെയും നമ്മൾ പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പഠിച്ചു. ഓരോ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്. അപ്പൊ കുറെയൊക്കെ അതിൽ പറഞ്ഞത് തന്നെയാണ്. 1-2 മാത്രമാണ് എക്സ്ട്രാ അവിടെ പറയാത്തത്. കുറച്ച് പോയിന്റുകൾ ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ ആണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എലിജിബിലിറ്റി ടു അപ്ലൈ ഫോർ ദ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷൻ പറഞ്ഞാണ് ഇവിടെ വരെ എത്തിയത്, അല്ലെ. അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് റിക്വയർമെന്റിൽ നിന്ന് തുടങ്ങിയത് ഇവിടെയാണ് അവസാനിച്ചത്, അല്ലെ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ വരെ അവസാനിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് എലിജിബിലിറ്റി ആണ്. എലിജിബിലിറ്റി ടു അപ്ലൈ ഫോർ ദ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ. ഒരു ഹോസ്പിറ്റലിന്റെ അക്രഡിറ്റേഷന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി എന്താണ്, യോഗ്യത എന്താണ്, എന്തൊക്കെ എലിജിബിൾ ആയാലാണ് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നോക്കുക. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ HCO that satisfy the following requirements. Currently in operation as a health care provider, it should be above 50 beds. Since hospitals below 50 beds will come under SHCO standard. ഇത് നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമാണ്. NABH ഡിവിഷൻ നമ്മൾ പറഞ്ഞു, അല്ലെ. NABH നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിനെ ഹോസ്പിറ്റലുകൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരുന്നു. ഓർമ്മയുണ്ടല്ലോ? ഒന്ന് HCO, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. എന്തിന്റെ ബേസിലാണ്? ബെഡുകളുടെ എണ്ണത്തിന്റെ ബേസ് ചെയ്തിട്ടാണ്. 50 50 കൂടുതലോ ബെഡുകളുള്ള ഹെൽത്ത് കെയർസ് എന്നുള്ള HCO കാറ്റഗറിയിലാണ് പെടുത്തുന്നത്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. അപ്പൊ ഒന്ന് ഓർക്കാം, 50 ബെഡുകളിൽ കൂടുതലോ ഉള്ള എല്ലാ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസും ആ ഒരു HCO സ്റ്റാൻഡേർഡുകളാണ് അവര് പാലിക്കേണ്ടത്. അവരതാണ് ഫോളോ ചെയ്യുന്നത്.
അതേസമയം 50 കുറവോ ബെഡുകളുള്ള ഹോസ്പിറ്റലുകള് SHCO സ്റ്റാൻഡേർഡുകളാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഇത് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലാണ് അവർ പെടുത്തുന്നത് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം എന്തുണ്ട്, അക്രഡിറ്റേഷൻ പ്രോസസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകം മാനദണ്ഡങ്ങളുണ്ട്. അവരതാണ് എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. രണ്ടെന്നുണ്ടല്ലോ, എണ്ണത്തിന് അനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. 50 ബെഡുകളിൽ കൂടുതലുള്ള ഹോസ്പിറ്റലാണെങ്കിൽ അത് HCO ഗണത്തിലാണ് പെടുന്നത് അല്ലെ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ കാറ്റഗറിയിലാണ് പെടുന്നത്. അപ്പൊ അവര് NABHന്റെ HCO സ്റ്റാൻഡേർഡുകളാണ് അവര് ഫോളോ ചെയ്യുന്നത്. അതേസമയം 50 ബെഡുകളിൽ താഴെയോ ഉള്ള ഹോസ്പിറ്റലുകളാണെങ്കിൽ അവരെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് SHCO കാറ്റഗറിയിലാണ്, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെ, ആ ഒരു കാറ്റഗറിയിലാണ് പെടുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് SHCO ആയിട്ട് പ്രത്യേകം സ്റ്റാൻഡേർഡുകളുണ്ട്, അവരതാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, എങ്കിൽ മാത്രമേ അവർക്ക് അക്രഡിറ്റേഷന് എലിജിബിൾ ആവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അത് നോക്കുക, HCO സ്റ്റാൻഡേർഡുകളും അതുപോലെ തന്നെ SHCO സ്റ്റാൻഡേർഡുകളും പാലിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. അക്രഡിറ്റേഷൻ അപ്ലൈ ചെയ്യുന്നതിനുള്ള ഒന്നാമത്തെ എലിജിബിലിറ്റി അതാണ്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, the hospital has the minimum volume of patients which will evaluate the quality of care given to the patient which is presently 30%. അതൊന്ന് ശ്രദ്ധിക്കുക, എന്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഒരു ഉയർന്ന നിലവാരമുള്ള ഒരു പരിചരണം അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആശുപത്രി ചികിത്സിക്കേണ്ട രോഗികളുടെ എണ്ണത്തെ പറ്റിയിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കൊരു ഹോസ്പിറ്റൽ കൊടുക്കുന്ന സേവനം അത് ഏറ്റവും ക്വാളിറ്റി ഉള്ള സേവനമാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അത് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് ആ ഹോസ്പിറ്റലില് കുറഞ്ഞത് 30% ആളുകളെങ്കിലും അവിടെ ചികിത്സിച്ചിരിക്കണം. അതാണ് അവിടെ പറഞ്ഞത്, വിച്ച് ഈസ് പ്രസന്റ്ലി 30%. അതായത് നമുക്ക് അത്യാവശ്യം ഒരു എന്താണ് ആ ഒരു പരിചരണം നമുക്കത് ചെക്ക് ചെയ്യണമെങ്കിൽ, ആ ഒരു അവർ കൊടുക്കുന്ന സർവീസിന്റെ ക്വാളിറ്റി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 30% രോഗികളെ ഒരു ചികിത്സിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു 30% രോഗികളെങ്കിലും ചികിത്സിക്കുന്ന ഒരു ഹോസ്പിറ്റലിന് മാത്രമേ നമുക്ക് അവിടെ കൊടുക്കുന്ന സേവനങ്ങളുടെ ക്വാളിറ്റി ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിലും കുറവ് ആളുകൾ വരുന്ന ഹോസ്പിറ്റലിൽ പിന്നെ നമ്മൾ ഒരിക്കലും അക്രഡിറ്റേഷന് വേണ്ടി എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. The hospital has the minimum volume of patients which will evaluate the quality of care given to the patient which is presently 30%. അതായത് ഒരു ഉയർന്ന നിലവാരമുള്ള ഒരു പരിചരണം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനായിട്ട് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഒരു ആശുപത്രി ചികിത്സിക്കേണ്ട ഒരു കുറഞ്ഞ രോഗികളുടെ ഏറ്റവും മിനിമം രോഗികളുടെ എണ്ണമാണ് അവരോട് പറഞ്ഞത്. എത്രയെങ്കിലും വേണം, 30% രോഗികളെ ചികിത്സിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ക്വാളിറ്റി ഓഫ് സർവീസ് ഇവാലുവേറ്റ് ചെയ്യാനും അതിലൂടെ അക്രഡിറ്റേഷന് എലിജിബിൾ ആവാനും സാധിക്കുള്ളൂ. അതിന് കുറഞ്ഞ രോഗികൾ വരുന്ന ഹോസ്പിറ്റലിൽ ഒരിക്കലും നമ്മൾ അവിടെ പരിഗണിക്കുന്നില്ല കേട്ടോ. അടുത്തത് മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, organization that commits to abide by NABH standards and applicable legal statutory regulatory requirements. കേട്ടോ, അതുപോലെ തന്നെ എല്ലാ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസും NABH സ്റ്റാൻഡേർഡുകളും അതുപോലെ തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ലീഗൽ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സുകളും പാലിച്ചിരിക്കണം. മനസ്സിലായോ? എല്ലാ ഹെൽത്ത് എങ്കിൽ മാത്രമേ അവർക്ക് നമ്മള് അല്ലെങ്കിൽ അവരെ നമുക്ക് അക്രഡിറ്റേഷൻ എലിജിബിൾ ആക്കാനായിട്ട് പറ്റുള്ളൂ. അക്രഡിറ്റേഷൻ എലിജിബിൾ ആവണമെങ്കിൽ നിർബന്ധമായിട്ട് അവർ NABH സ്റ്റാൻഡേർഡുകളും മറ്റ് ഈ പറയുന്ന ലീഗൽ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സുകൾ എല്ലാം തന്നെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്, the health care organization should have implemented NABH standards in the HCO for a minimum of 3 months. അണ്ടർലൈൻ ചെയ്ത് വെക്കാം, 3 months എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അതായത് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ NABH സ്റ്റാൻഡേർഡുകൾ കുറഞ്ഞത് 3 മാസങ്ങളെങ്കിലും അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. അതാണ് മറ്റൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. കുറഞ്ഞത് 3 മാസമെങ്കിലും NABHന്റെ സ്റ്റാൻഡേർഡുകൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് അക്രഡിറ്റേഷന് എലിജിബിൾ ആവാനായിട്ട് സാധിക്കൂ. ക്ലിയർ ആയോ? ഇത്രയും നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ എലിജിബിൾ ആവാനുള്ള ക്രൈറ്റീരിയസ് ആണ് നമ്മൾ പറഞ്ഞത്. എലിജിബിലിറ്റി എന്തൊക്കെയാണ്? ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു, ഈ പറയുന്ന 50 ബെഡുകളിൽ കൂടുതലുള്ള ഹോസ്പിറ്റലുകൾ നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അവര് HCO സ്റ്റാൻഡേർഡുകളാണ് ഫോളോ ചെയ്യുന്നത്.
അതേസമയം 50 ബെഡുകളിൽ കുറവുകളോ ഉള്ള ഹോസ്പിറ്റലുകളാണെങ്കിൽ അവര് SHCO എന്താണ് സ്റ്റാൻഡേർഡുകളാണ് അവര് ഫോളോ ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ അവർക്ക് അക്രഡിറ്റേഷൻ എലിജിബിൾ ആവാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു പരിചരണത്തിന്റെ നിലവാരം, അതിന്റെ ഒരു ഗുണമേന്മ ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു ഹോസ്പിറ്റൽ മിനിമം അവർ ചികിത്സിക്കേണ്ട രോഗികളുടെ എണ്ണം എന്ന് പറയുന്നത് 30%. എത്ര ശതമാനമാണ്? 30%. അതിൽ കുറവ് രോഗികൾ വരുന്ന ഒരു ഹോസ്പിറ്റലിൽ ഒരിക്കലും നമ്മൾ അക്രഡിറ്റേഷൻ ആയിട്ട് പരിഗണിക്കില്ല. അതുപോലെ തന്നെ എല്ലാ ഹോസ്പിറ്റലുകളും NABH സ്റ്റാൻഡേർഡുകളും ലീഗൽ സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി റിക്വയർമെന്റ്സുകളും കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. അതുപോലെ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ NABH സ്റ്റാൻഡേർഡുകൾ കുറഞ്ഞത് 3 മാസങ്ങളെങ്കിലും നടപ്പിലാക്കി, 3 വർഷമല്ല 3 മാസമെങ്കിലും നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ അവർക്ക് അക്രഡിറ്റേഷന് എലിജിബിൾ ആകാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇനി നോക്കാം. These standards are to be used by the whole organization and not for a certain service within the organization. നമ്മൾ ഈ പറയുന്ന സ്റ്റാൻഡേർഡുകൾ ഉണ്ടല്ലോ, അത് ഒരു ഒരു ഓർഗനൈസേഷൻ, ഒരു ഫുൾ ഹോസ്പിറ്റലിന് നമ്മൾ അപ്ലിക്കബിൾ ആയിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് ആണ് നമ്മളിവിടെ പറയുന്നത്. അല്ലാണ്ട് ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് ഒരു 24 ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ 1-2 ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ക്രൈറ്റീരിയാസ് ഒന്നും അല്ല ഈ പറയുന്നത്. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഹോൾ ഓർഗനൈസേഷനിൽ ഫുള്ളി അപ്ലിക്കബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. Organizations provide multiple services and the standards are equally applicable to all services within the healthcare organization. അറിയാലോ, ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവര് ധാരാളം മൾട്ടിപ്പിൾ സർവീസസ് അവർ കൊടുക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ അവിടെ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് എല്ലാ സർവീസുകൾക്കും ഈക്വലി അപ്ലിക്കബിൾ ആയിരിക്കണം, എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കണം. അല്ലാതെ ഒരു ഹോസ്പിറ്റലിൽ 1-2 ഡിപ്പാർട്ട്മെന്റുകൾക്ക് മാത്രം ബാധകമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ക്രൈറ്റീരിയസ് അല്ല നമ്മളിവിടെ പറയുന്നത്. ഒരു മുഴുവൻ ഓർഗനൈസേഷനും മുഴുവൻ സർവീസുകൾക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളാണ് ഈ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും ഞങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഇനി നോക്കിയേ, ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇനി ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ചിലവർ കണ്ടിട്ടുണ്ടാവും, ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, നോക്കിയേ, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, NABHന്റെ ഫുൾ ഫോം ആണ് കേട്ടോ. അപ്പൊ നോക്കിയേ, NABHന്റെ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റിന്റെ ഒരു മോഡലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനത്തെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ശ്രദ്ധിക്കാൻ മതി കേട്ടോ. ഓക്കെ, നോക്കിയേ, കോൺസ്റ്റിറ്റ്യൂവന്റ് ബോർഡ് ഓഫ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് ബോർഡാണ്. ഏത് ഹോസ്പിറ്റലിന് കൊടുത്തതാണ്? നോക്കി, ഏത് ഹോസ്പിറ്റലിന് കൊടുത്ത അക്രഡിറ്റേഷൻ ആണ്? ഹോസ്പിറ്റൽ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? മംഗള ഹോസ്പിറ്റൽ ആൻഡ് മംഗള കിഡ്നി ഫൗണ്ടേഷൻ, ബച്ര ഹിൽസ്, കദ്രി റോഡ്, ബാംഗ്ലൂരു, കർണാടക. ഓക്കെ, അപ്പൊ അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രീ അക്രഡിറ്റേഷൻ എൻട്രി ലെവൽ അക്രഡിറ്റേഷൻ ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഈ അക്രഡിറ്റേഷൻ ലെവലുകൾ പല ലെവലുകൾ ഉണ്ട്. പ്രീ അക്രഡിറ്റേഷൻ ലെവൽ ഉണ്ട്, അതായത് എൻട്രി ലെവൽ ഉണ്ട്, പ്രോഗ്രസീവ് ലെവൽ ഉണ്ട്, പിന്നെ ഫൈനൽ അക്രഡിറ്റേഷൻ ലെവൽ ഉണ്ട്. അവർക്ക് കിട്ടിയിരിക്കുന്നത് പ്രീ അക്രഡിറ്റേഷൻ എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ ആണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. എൻട്രി ലെവൽ യോഗ്യത മാത്രമാണ് ഇത് നേടിയിരിക്കുന്നത്. സോ അതിന്റെ ഒരു സർട്ടിഫിക്കേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടന്റ് എഴുതിയിട്ടുണ്ട്, ഹാസ് ബീൻ അസസ്ഡ് ആൻഡ് ഫൗണ്ട് ടു കംപ്ലൈ വിത്ത് NABH പ്രീ അക്രഡിറ്റേഷൻ എൻട്രി ലെവൽ ഹോസ്പിറ്റൽ റിക്വയർമെന്റ്സ്. This certificate is valid for the scope as specified in the annex to a subject to constituent continued complaints with the entry level of requirements. Entry level accreditation ആണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇതോടുകൂടി നമ്മുടെ ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NABH എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഈ ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ ഒരുപാട് ടേംസുകൾ പരിചയപ്പെട്ടതൊന്നും മറന്നു പോകരുത്. ക്വാളിറ്റി അഷ്വറൻസ്, ക്വാളിറ്റി കൺട്രോള്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, അതുപോലെ തന്നെ ക്വാളിറ്റി ഹെൽത്ത് കെയർ അല്ലെ, ക്വാളിറ്റി പിന്നെ എന്തായിരുന്നു, ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. ഓക്കെ, പിന്നെ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അതുപോലെ നമ്മൾ പറഞ്ഞത് NABHനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഏതൊക്കെ സ്റ്റാൻഡേർഡുകളാണ്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകള്, ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡുകൾ, അതുപോലെ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, അക്രഡിറ്റേഷന്റെ ബെനിഫിറ്റ്സുകൾ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് പഠിച്ചു. പേഷ്യൻസിന് എന്തൊക്കെ ബെനിഫിറ്റ്, സ്റ്റാഫുകൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്, ഓർഗനൈസേഷൻ എന്തൊക്കെ ബെനിഫിറ്റുകൾ, അതൊക്കെ നമ്മൾ പഠിച്ചു.
പിന്നെ നമ്മൾ കണ്ടത് NABH അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് റിക്വയർമെന്റുകളാണ് അല്ലെ. 10 കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മാനുവൽ പറഞ്ഞു, കമ്മിറ്റി പറഞ്ഞു, പിന്നെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, അതിനകത്ത് ഒരു 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ സൈനേജ് ബോർഡുകൾ, അങ്ങനെ ഒരു 10 പോയിന്റുകൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന് പറയുന്ന മറ്റൊരു പേരാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ഈ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സുകൾ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സുകൾ നമ്മൾ കണ്ടു. ഓക്കെ, പിന്നെ നമ്മൾ ഒരു അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണ് മനസ്സിലാക്കി കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് 3rd മൊഡ്യൂളിൽ അസൈൻ ചെയ്ത് തന്ന ചാപ്റ്റേഴ്സുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തന്ന ചാപ്റ്റേഴ്സുകൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 4th മൊഡ്യൂളിലേക്ക് കടക്കാം കേട്ടോ. 4ാമത്തെ മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. 4ാമത്തെ മൊഡ്യൂളില് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ, മെഡിക്കൽ ഇൻഷുറൻസ് കേട്ടോ. ആ ഒരു ചാപ്റ്റർ ആണ് എടുക്കുന്നത് കേട്ടോ, മെഡിക്കൽ ഇൻഷുറൻസ്. പേജ് നമ്പർ ഒന്ന് മെൻഷൻ ചെയ്യോ? ആരെങ്കിലും ഒരാൾ പേജ് നമ്പർ ഒന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും എടുത്തു വെക്കാൻ സൗകര്യമുണ്ട്. ഓക്കെ, പേജ് നമ്പർ ഒന്ന് പറയോ? ഫസ്റ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് പേജ്. ഓക്കെ, അല്ല ഫസ്റ്റ് ചാപ്റ്റർ കേട്ടോ, ഫസ്റ്റ് ചാപ്റ്റർ. തുടങ്ങിയല്ലേ? ഇപ്പൊ നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങാലോ. എല്ലാവരും റെഡിയാണോ? മെഡിക്കൽ ഇൻഷുറൻസ് കേട്ടോ. ഓക്കെ, ഇത് അത്യാവശ്യം നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ് കേട്ടോ. അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസുകളൊക്കെ വരാനുള്ള ചാൻസ് ഒക്കെ ഉള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ വലുതാണെന്ന് കരുതി ബുദ്ധിമുട്ടൊന്നും വിചാരിക്കേണ്ട, എളുപ്പമാണ്, പഠിക്കാനൊക്കെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് വളരെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്കത് തുടങ്ങാം കേട്ടോ. ഓക്കെ, മെഡിക്കൽ ഇൻഷുറൻസ്. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം മിക്കവാറും ഇന്നിപ്പോ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും അല്ലെ. മിക്കവർക്കും ഉണ്ടാവും അല്ലെ, ഹെൽത്ത് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെടുക്കുന്നത് നല്ലതാണ് അല്ലെ. കാര്യം എന്താ, നമുക്ക് എന്തെങ്കിലും നമ്മളുടെ പറയാൻ പറ്റില്ല, നമുക്ക് എപ്പോഴാണ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തൊക്കെ നമ്മുടെ ലൈഫിൽ വരുന്നതെന്ന് പറയാൻ പറ്റില്ല അല്ലെ. അസുഖങ്ങളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റുകളായിട്ടൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം അല്ലെ. അപ്പൊ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് വരുന്ന പല ഹോസ്പിറ്റൽ കേസുകളെ നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളും കാര്യങ്ങളും ഒക്കെയാണ് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് അതാണ് പഠിക്കുന്നത്. മെഡിക്കൽ ഇൻഷുറൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ കുറച്ച് ടേംസുകൾ പരിചയപ്പെടുന്നുണ്ട്. ടേംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ നിന്നൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. ഓക്കെ, ഇൻഷുറർ ആരാണ്, ഇൻഷുർഡ് ആരാണ്, എന്താണ് ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രീമിയം എന്താണ്, ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്താണ്, തേർഡ് പാർട്ടി ക്ലെയിം എന്താണ്, പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്, മെഡിക്ലെയിം ഇൻഷുറൻസ് എന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് ടേംസുകൾ നമ്മൾ പരിചയപ്പെടുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, പിന്നെ നമ്മൾ പൊതുവെ ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്തു പോകുന്ന എക്സ്പെൻസസുകൾ എന്തൊക്കെയാണ്, കവർ ചെയ്യപ്പെടുന്നതും കവർ ചെയ്യപ്പെടാത്തതുമായിട്ടുള്ള എക്സ്പെൻസുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ പലതരത്തിലുള്ള പോളിസികളുണ്ട് അല്ലെ. ഇപ്പൊ ഓരോ ഹെൽത്ത് ഇൻഷുറൻസ് ഓരോ കമ്പനിയുടെ പോളിസികൾ ഓരോരുത്തരിലും ഓരോരോ കവറേജുകളായിരിക്കും നൽകുന്നത് അല്ലെ. വ്യത്യാസം ഉണ്ടായിരിക്കും, പോളിസികളിൽ തന്നെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3 ഇൻഷുറൻസ് സ്കീമുകൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ESI ഉണ്ടല്ലോ, ESI വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട്. ESI പഠിക്കാനുണ്ട്. പിന്നെ CGHS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഷുറൻസ് സ്കീം പഠിക്കാനുണ്ട്. പിന്നെ RSBY, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന എന്ന് പറയുന്ന RSBY, ഈ 3 ഇൻഷുറൻസ് സ്കീമുകളെ പറ്റിയിട്ടും ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ് എങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനായിട്ട് കേട്ടോ. അപ്പൊ എളുപ്പമുള്ളതാണ്, പക്ഷെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കാം. അപ്പൊ നോക്കാം, ചാപ്റ്റർ നമ്പർ 1 മെഡിക്കൽ ഇൻഷുറൻസ്. ആദ്യം നമ്മൾ പരിചയപ്പെടുന്ന കുറച്ച് ടേംസുകളാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ടേം എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ. വാട്ട് ഈസ് ഹെൽത്ത് ഇൻഷുറൻസ്? ഓക്കെ, ഹെൽത്ത് ഇൻഷുറൻസ് മീൻസ് your medical expenses caused by diseases and accidents. അണ്ടർലൈൻ ചെയ്യുന്നുണ്ട്.
എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാല്? നമുക്ക് അസുഖം മൂലം, ആക്സിഡൻസ് മൂലം ഉണ്ടാവുന്ന എല്ലാ മെഡിക്കൽ ചെലവുകളെയും നമ്മൾ നിറവേറ്റാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് എന്ത്? ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞുതരാണ്ട് നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അല്ലെ, അസുഖം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻസുകളോ അപകടങ്ങളോ ഒക്കെ സംഭവിക്കുമ്പോൾ ആ ഒരു മെഡിക്കൽ എക്സ്പെൻസസുകൾ മീറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കുക, ഇത് ആരാണ് ഇൻഷുർഡ്? ഹു ഈസ് ഇൻഷുർഡ്? കേട്ടോ, ഇൻഷുർഡ് ചെറിയൊരു ലെറ്ററിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ? സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, അതായത് ഇൻഷുർഡ് ആരാണ് കേട്ടോ? ദ ഇൻഷുർഡ് ഇസ് ദ പേഴ്സൺ ഓർ ബിസിനസ് ദാറ്റ് ഗെറ്റ്സ് കോമ്പൻസേറ്റഡ് ഇഫ് ദ ലോസ് ഓക്കേഴ്സ്. കേട്ടോ, നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാല് നഷ്ടപരിഹാരം ലഭിക്കുന്ന ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിനെയാണ് നമ്മൾ ഇൻഷുർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഷുർഡ് കേട്ടോ, INSURED, ഇൻഷുർഡ്. ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞ ആരാണ്? പോളിസി ഹോൾഡർ ആണ്, അല്ലെ? പോളിസി എടുത്തിട്ടുള്ള ആളാണ്, അല്ലെ? നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാല് നഷ്ടപരിഹാരം ലഭിക്കുന്ന വ്യക്തി ആരാണോ അവരാണ് ഇൻഷുർഡ്. ഞാനൊരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തു, എനിക്കൊരു അപകടം വന്നു, എനിക്ക് നഷ്ടം വന്നു, എനിക്ക് ആ നഷ്ടപരിഹാര തുക ലഭിക്കണം. അപ്പൊ ഞാനാണ് എന്ത്? അവിടുത്തെ ഇൻഷുർഡ് പേഴ്സൺ, അതായത് പോളിസി ഹോൾഡർ ആണ്. ഓക്കെ, അടുത്തത് ആരാണ് ഇൻഷുറർ എന്ന് പറഞ്ഞാല്? ഇൻഷുറർ ഇസ് ദ കമ്പനി that agrees to pay the compensation, അല്ലെ? അതായത് ഈ നഷ്ടപരിഹാരം നൽകാൻ തയ്യാറായിട്ടുള്ള ആ ഒരു കമ്പനിയെയാണ് നമ്മൾ ഇൻഷുറർ എന്ന് പറയുന്നത്, അല്ലെ? ഇൻഷുറർ ആരാണ്? ഇൻഷുറൻസ് കമ്പനിയാണ്. ഓക്കെ, മറക്കരുത് കേട്ടോ. ഇൻഷുറർ എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് കമ്പനിയാണ്. നഷ്ടം സംഭവിച്ചത് നഷ്ടപരിഹാരം നൽകുന്ന സ്ഥാപനമാണ് ഇൻഷുറർ എന്ന് പറയുന്നത്. ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ പോളിസി ഹോൾഡർ ആണ്. നഷ്ടം സംഭവിച്ച നഷ്ടപരിഹാരം ലഭിക്കുന്ന വ്യക്തിയെയോ ബിസിനസ്സിനെയോ ആണ് നമ്മൾ ഇൻഷുർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ 3 ടേംസുകൾ നമ്മൾ കണ്ടു കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ടേം പഠിക്കാനുള്ളതാണ് പ്രീമിയം. എന്താണ് പ്രീമിയം എന്ന് പറഞ്ഞാല്? ദ മണി ദാറ്റ് ഈസ് പെയ്ഡ് ബൈ ദ ഇൻഷുർഡ് ടു ദ ഇൻഷുറർ ഈസ് കോൾഡ് പ്രീമിയം, അല്ലെ? അതായത് ഈ പറയുന്ന ഒരു ഇൻഷുർഡ്, ഒരു പോളിസി ഹോൾഡർ എന്താണ് ഈ പറയുന്ന കമ്പനിക്ക് നൽകുന്ന ആ ഒരു നിശ്ചിത തുകയെയാണ് നമ്മൾ പ്രീമിയം എന്ന് പറയുന്നത്. ഇൻഷുറൻസ് എടുക്കുമ്പോൾ പ്രീമിയം അടയ്ക്കാന്ന് കേട്ടിട്ടില്ല. ആരാ പ്രീമിയം അടയ്ക്കുന്നത്? ആർക്കാണ് പ്രീമിയം അടയ്ക്കുന്നത്? നമ്മളാണ് പോളിസി എടുത്തത്, നമ്മൾ പോളിസി ഹോൾഡർ ആണ്, അല്ലെ? ഇൻഷുർഡ് ആണ്. നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു നിശ്ചിത തുകയുടെ മാർക്ക് കൊടുക്കുന്നു, കമ്പനിക്ക് നമ്മൾ കൊടുക്കുന്നു, അല്ലെ? അതാ ഒരു തുകയെയാണ് നമ്മൾ പ്രീമിയം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി? വാട്ട് ഈസ് എ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി? പോളിസി എന്ന് പറയുന്നത് ഒരു എഗ്രിമെന്റ് ആണ്, ശരിക്കും പറഞ്ഞത് ഒരു കരാറാണ് കേട്ടോ. ഓക്കെ, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഇസ് എൻ എഗ്രിമെന്റ് between an insurer and an individual or group in which the insurer agrees to provide specific health insurance cover at a particular premium. ഓക്കെ, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ അതൊരു എഗ്രിമെന്റ് ആണ്. ആര് തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്? ഇൻഷുററും ഇൻഷുർഡും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. എന്താണ് ആ എഗ്രിമെന്റിൽ പറയുന്നത്? അതായത് ഒരു നിശ്ചിത പ്രീമിയം തുകയില് ഈ പറയുന്ന ഇൻഷുറർ എന്താണ് ഇൻഷുർഡിന്, പോളിസി ഹോൾഡർക്ക് എന്താണ് പരിരക്ഷ നൽകാം എന്നുള്ള ഒരു എഗ്രിമെന്റ് ആണ്, അല്ലെ? ഓക്കെ, അതൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് കേട്ടോ, അതൊരു എഗ്രിമെന്റ് ആണ്. ഇൻഷുററിനും ഇൻഷുർഡിനും ഇടയിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. അതിനകത്ത് ഇൻഷുറർ, അതായത് കമ്പനി, ഒരു നിശ്ചിത പ്രീമിയം തുകയ്ക്ക് അവർക്ക് പരിരക്ഷ, കവറേജ് നൽകുന്ന ഒരു എന്താ പറയാ പോളിസിയാണ്, ഒരു എഗ്രിമെന്റ് ആണ് കേട്ടോ. അത്രയും ടേംസുകൾ നിങ്ങൾക്ക് ഓക്കെ ആണോ? ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്ന് മനസ്സിലായോ? ഇൻഷുറർ ആരാണ്? ഇൻഷുർഡ് ആരാണ്? ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഇനി അടുത്ത ടേമാണ് ക്ലെയിം. എന്താണ് ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ക്ലെയിം ചെയ്യാന്ന് പറയും, അല്ലെ? ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കിയേ? എ പേഴ്സൺസ് റിക്വസ്റ്റ് ഫോർ പേയ്മെന്റ് ബൈ എൻ ഇൻഷുറർ ഓഫ് എ ലോസ് കവേർഡ് ബൈ എ പോളിസി. ഒരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാല് നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന, അല്ലെ? റിക്വസ്റ്റ് ഫോർ ദ പേയ്മെന്റ് ഓഫ് എ ലോസ്, അല്ലെ? ഒരു നഷ്ടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പേയ്മെന്റ്, നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായിട്ടുള്ള ഒരു റിക്വസിഷനെയാണ് നമ്മൾ ക്ലെയിം എന്നതുകൊണ്ട്. നമ്മളൊരു നഷ്ടം സംഭവിച്ചാൽ നമുക്ക് ആ നഷ്ടപരിഹാരം കിട്ടണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്, റിക്വസിഷനെയാണ്, അല്ലെ? പേഴ്സൺസ് റിക്വസ്റ്റിനെയാണ് നമ്മൾ ക്ലെയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലെയിം 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് പാർട്ടി ക്ലെയിം ഉണ്ട്,
തേർഡ് പാർട്ടി ക്ലെയിം ഉണ്ട്. ഓക്കെ, എന്താണ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറഞ്ഞാൽ ക്ലെയിംസ് മെയ്ഡ് ടു യുവർ ഓൺ ഇൻഷുറൻസ് കമ്പനി. അതായത് ക്ലെയിംസ് മെയ്ഡ് ടു യുവർ ഓൺ ഇൻഷുറൻസ് കമ്പനി, അതായത് ഒരു ഇൻഷുർഡ്, അതായത് ഒരു പോളിസി ഹോൾഡർ തന്റെ സ്വന്തം കമ്പനിയോട് നഷ്ടപരിഹാരത്തിനായിട്ട് വേണ്ടിയിട്ട് ക്ലെയിം ഉന്നയിക്കുന്നതിനെയാണ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. അദ്ദേഹം പോളിസി എടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ആളുടെ സ്വന്തം ഇൻഷുറൻസ് കമ്പനിയോട് നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്, അല്ലെ, ക്ലെയിം ചെയ്യാണ്. അതാണ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം. രാജിത്ത് എന്ന് പറയുന്ന ഒരാളുടെ അയാളൊരു ആക്സിഡന്റ് പോളിസി എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇദ്ദേഹം കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കാറിൽ വന്ന ആക്സിഡന്റ് ആയി, അദ്ദേഹത്തിന് കുറച്ച് പരിക്കുകളൊക്കെ പറ്റി. അദ്ദേഹം എന്ത് ചെയ്യാണ്, അജിത്തിന്റെ ആക്സിഡന്റ് പോളിസി എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇൻഷുറൻസ് കമ്പനിയോട് ഇതേപോലെ ആക്സിഡന്റ് പറ്റി എനിക്ക് നഷ്ടപരിഹാരം വേണമെന്ന് ക്ലെയിം ചെയ്യും. അതാണ് എന്ത് ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. പോളിസി ഹോൾഡേഴ്സ് തന്റെ സ്വന്തം കമ്പനിയോട് നഷ്ടപരിഹാരത്തിന് ക്ലെയിം ഉന്നയിക്കുന്നതിനെയാണ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ക്ലെയിംസ് മെയ്ഡ് ബൈ വൺ പേഴ്സൺ അഗെയിൻസ്റ്റ് അനദർ പേഴ്സൺസ് കമ്പനി. അതായത് ഒരു വ്യക്തി എന്നല്ല, മൂന്നാമതൊരു വ്യക്തി പോളിസി ഹോൾഡറിന്റെ കമ്പനിയോട് നഷ്ടപരിഹാരത്തിന് വേണ്ടി ക്ലെയിം ഉന്നയിക്കുന്നതിനെയാണ് തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. മൂന്നാമതൊരു വ്യക്തി പോളിസി ഹോൾഡറിന്റെ കമ്പനിയിലെടുത്ത് നഷ്ടപരിഹാരത്തിനായിട്ടുള്ള ആ ഒരു റിക്വസിഷൻ കൊടുക്കുന്നതിനെയാണ് തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. അജിത്ത് എന്ന് പറഞ്ഞ നേരത്തെ എക്സാമ്പിൾ എടുക്കാം. അജിത്ത് വണ്ടി ഓടിച്ചു പോയി കഴിഞ്ഞപ്പോ ഒരു രാജു എന്ന് പറയുന്ന ആളുടെ വണ്ടിയായിട്ട് കൂട്ടിയിടിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ രാജു മൂന്നാമതൊരു വ്യക്തിയാണ്. അദ്ദേഹം ഈ പറയുന്ന അജിത്തിന്റെ കമ്പനിയോട് നഷ്ടപരിഹാരത്തിനായിട്ടുള്ള തുകയ്ക്ക് വേണ്ടി ക്ലെയിം ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് തേർഡ് പാർട്ടി ക്ലെയിം. ഓക്കെ, ഇനി അടുത്തതാണ് എക്സ്ക്ലൂഷൻ. എക്സ്ക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ എന്താ ഉദ്ദേശിക്കുന്നത്? എക്സ്ക്ലൂഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഒഴിവാക്കുക, അല്ലെ? എക്സ്ക്ലൂഷൻ എന്നൊക്കെ പറഞ്ഞ ഒഴിവാക്കുക എന്നുള്ള അർത്ഥം. ഓക്കെ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സ്പെസിഫിക് കണ്ടീഷൻസ് ഓർ സർക്കംസ്റ്റൻസസ് എൻലിസ്റ്റഡ് ഇൻ ദ പോളിസി that are not covered by the policy. അതായത് നമ്മൾ പോളിസിയിൽ കവർ ചെയ്യാത്ത ചില സർക്കംസ്റ്റൻസ്, ചില സാഹചര്യങ്ങൾ അതിൽ പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യും? ലിസ്റ്റ് ചെയ്യും. ആ ഒരു സാഹചര്യം, ആ സ്പെസിഫിക് കണ്ടീഷൻസിനെ നമ്മൾ എക്സ്ക്ലൂഷൻ എന്നാണ് പറയുക. ഇപ്പൊ ഓരോ പോളിസിക്ക് വ്യത്യാസം ഉണ്ടാവും. ചില പോളിസിയിൽ കവർ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, കവർ ചെയ്യാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് സ്പെസിഫിക് കണ്ടീഷൻസ് ഓഫ് സർക്കംസ്റ്റൻസ്. അതൊരു പോളിസി കവർ ചെയ്യാത്ത, പരിരക്ഷ കൊടുക്കാത്ത ചില സാഹചര്യങ്ങളുണ്ട്, ചില സ്പെസിഫിക് കണ്ടീഷൻസ് ഓർ സർക്കംസ്റ്റൻസസ് അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ സ്പെസിഫിക് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു റിസ്ക് ആണ്. റിസ്ക് എന്ന് പറയുമ്പോൾ എന്ത് റിസ്ക് ആവാം? റിസ്ക് മീൻസ് ഇറ്റ്സ് ദ പോസിബിലിറ്റി ഓഫ് എ ലോസ്. നമുക്ക് നഷ്ടം സംഭവിക്കുന്ന എന്തിനേയും നമുക്ക് എന്ത് പറയാം? റിസ്ക് എന്ന് പറയാം, അല്ലെ? നഷ്ടം സംഭവിക്കുന്ന എന്തിനേയും നമുക്ക് റിസ്ക് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണോ? ഇത്രയും ടേംസുകൾ ഓക്കെയാണോ നിങ്ങൾക്ക്? അത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് അടുത്തേക്ക് പോയാൽ മതി. ഒന്ന് വായിച്ചു നോക്കിയത്. ഇനി ഈ ടേമുകളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ആ സമയത്ത് ഈ ടേംസ് ക്ലിയർ അല്ലെങ്കിൽ പിന്നെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഒന്ന് വായിച്ച് എവിടെ വരെ വായിച്ചു നോക്കി. എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, എക്സ്ക്ലൂഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഒഴിവാക്കുക അർത്ഥമാണ് ആണല്ലോ. അതായത് ചില പോളിസികളില് കവറേജ് കൊടുക്കാത്ത ചില കാര്യങ്ങളുണ്ട്, ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ എക്സ്ക്ലൂഷൻ പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് നമ്മളിപ്പോ ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്. അപ്പൊ ഞാനൊരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കും. എനിക്ക് എന്തെങ്കിലും അപകടങ്ങളോ അസുഖങ്ങളൊക്കെ വന്നാൽ എനിക്ക് അത് ചെലവ് താക്കാനായിട്ട് ലൈഫ് ഇൻഷുറൻസ് പോളിസി ഞാൻ എടുത്തിട്ടുണ്ട്. ആ പോളിസിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിനകത്ത് കൃത്യമായിട്ട് ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാം? അതായത് സ്വമേധയാ ഉണ്ടാവുന്ന അപകടങ്ങൾക്ക് ഒരിക്കലും കവറേജ് ഈ പോളിസി നൽകുന്നില്ല എന്നതിൽ എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അപ്പൊ ലൈഫ് ഇൻഷുറൻസ് ആണ്, എനിക്കൊരു ആക്സിഡന്റ് അസുഖം മൂലം ഞാൻ മരണപ്പെടുകയാണെങ്കിൽ എനിക്കത് കിട്ടും. അതേസമയം ഞാനൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി, സൂയിസൈഡ് ആ രീതിയിൽ ഞാൻ സ്വയം പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ളതിന് കവറേജ് കിട്ടില്ല എന്നതിനകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് ചില സ്പെസിഫിക് കണ്ടീഷൻസുകൾ ആ ഒരു ഇൻഷുറൻസിനകത്ത്, അതായത് ആ പോളിസിയില് കവറേജ് കൊടുക്കാത്ത, പരിരക്ഷ കൊടുക്കാത്ത ചില സാഹചര്യങ്ങളുണ്ടാവും.
അത് കൃത്യമായിട്ട് അതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നു. അതായത് പരിരക്ഷയിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ചില സാഹചര്യം, അതുകൊണ്ടാണ് അതിന് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ കാര്യം? ഇപ്പൊ മനസ്സിലായോ? നമ്മൾ ഓരോ പോളിസികൾ എടുക്കുമ്പോൾ പ്രത്യേകം വായിക്കണം എന്തൊക്കെ കാര്യങ്ങൾക്ക് കവറേജ് തരുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് എക്സ്ക്ലൂഷൻ. നമ്മൾ ഇതൊന്നും വായിക്കാതെയാണ് ചിലവർ പോയിട്ട് ഇൻഷുറൻസ് പോളിസി എടുക്കുക. നമ്മളിപ്പോ എപ്പോഴും ഒരു പോളിസി എടുക്കുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾക്ക് അവര് കവറേജ് തരുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എക്സ്ക്ലൂഷനിൽ പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ആ പോളിസി എടുത്തുകൊണ്ട് യാതൊരു പ്രയോജനം കിട്ടില്ല. അല്ല, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്തൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾക്ക് കവറേജ് തരുന്നുണ്ട്, കവറേജ് നൽകാത്ത സംഭവങ്ങളെയാണ് നമ്മൾ ഈ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങള്? അടുത്ത കാര്യം പറയാലോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്, മെഡിക്ലെയിം ഇൻഷുറൻസ് എന്താണ്. അപ്പൊ ഇത് രണ്ടും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നി രണ്ട് സെയിം അല്ലേ, തമ്മിൽ എന്തെന്ന് അത്ര വലിയ വ്യത്യാസം എന്ന് തോന്നും. ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. അത് വായിച്ചിട്ട് ഞാൻ പറയുന്നത്, അത് ഓർത്ത് വെക്കാം കേട്ടോ. അതിനകത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. ഓക്കെ, ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് കവറേജ് ദാറ്റ് കവേഴ്സ് ദ കോസ്റ്റ് ഓഫ് എൻ ഇൻഷുർഡ് ഇൻഡിവിജ്വൽസ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ എക്സ്പെൻസസ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ് അല്ലെ. അതായത് ഇൻഷുർഡ് ആയിട്ടുള്ള പോളിസി ഹോൾഡർ ആണ് അല്ലെ, ഇൻഷുർഡ് ആയിട്ടുള്ള വ്യക്തിയുടെ മെഡിക്കൽ അതുപോലെ തന്നെ സർജിക്കൽ ചെലവുകൾക്ക് എന്താണ് കവറേജ് കൊടുക്കുന്ന, അത്തരം കവറേജ് കൊടുക്കുന്ന ഒരു എന്താ പറയാ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. അതായത് ഇൻഷുർഡ് ആയിട്ടുള്ള ആള്, പോളിസി ഹോൾഡർക്ക് ഈ പറയുന്ന മെഡിക്കൽ അതുപോലെ തന്നെ എന്തെങ്കിലും സർജിക്കൽ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് അത്തരം ചെലവുകൾക്ക് കവറേജ് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസ്, ദാറ്റ്സ് കോൾഡ് ഹെൽത്ത് ഇൻഷുറൻസ്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട്. ഇനി അടുത്തതാണ് മെഡിക്ലെയിം ഇൻഷുറൻസ് കേട്ടോ. മെഡിക്ലെയിം ഇൻഷുറൻസ് എന്താണ്? മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് എ കവർ which looks after the hospitalization expenses based on maximum sum insured of the insured. Maximum sum of the insured with regard to the following situations. That is in the event of a sudden illness, in the event of an accident, in the case of any surgery required in respect of any disease which has arisen during the policy period. അതായത് മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അതും ഒരു ടൈപ്പ് ഓഫ് എന്താണ് കവറേജ് തന്നെയാണ്. ഈ കവറേജിൽ എങ്ങനെയാണെന്ന് വെച്ചാല് ഒരു ഇൻഷുർഡ് ആയിട്ടുള്ള, അതായത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയുടെ മാക്സിമം തുകയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട എല്ലാവിധ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകളും മീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണ് മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അത് പ്രത്യേകം ചില സാഹചര്യങ്ങൾ അവർ എടുത്തു പറയുന്നുണ്ട്. എന്തൊക്കെ സിറ്റുവേഷനിലാണെന്ന് അറിയാമോ? ഇൻ ദ ഇവന്റ് ഓഫ് എ സഡൻ ഇൽനെസ്, പെട്ടെന്ന് ഒരു അസുഖം വന്നു കഴിഞ്ഞാല്, അതുപോലെ ഇൻ ദ ഇവന്റ് ഓഫ് എൻ ആക്സിഡന്റ്, പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാല്, അതുപോലെ ഇൻ കേസ് ഓഫ് എനി സർജറി റിക്വയർഡ് ഇൻ റെസ്പെക്ട് ഓഫ് എനി ഡിസീസ് വിച്ച് ഹാസ് അറൈസൻ ഡ്യൂറിംഗ് ദ പോളിസി പീരീഡ്. അതായത് ഒരു പോളിസി എടുത്തിട്ടുള്ള കാലയളവില് അവർക്കുണ്ടായിട്ടുള്ള ഏതെങ്കിലും അസുഖം മൂലം ഒരു സഡൻ അല്ലെങ്കിൽ ഒരു എമർജൻസി സർജറി ആവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷൻസ്, ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഈ പറയുന്ന എന്താണ് ഈ പറഞ്ഞ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കവറേജ് ആണ് മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇത് തന്നെയല്ലേ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്, തമ്മിൽ ഇപ്പൊ എന്തെന്ന് ഇത്ര വലിയ വ്യത്യാസം എന്ന് തോന്നും. വ്യത്യാസമുണ്ട്. മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് നമ്മൾ പറഞ്ഞ ചില സാഹചര്യങ്ങൾ സ്പെസിഫൈ ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. എന്തെങ്കിലും പെട്ടെന്ന് അസുഖം വരുമ്പോഴോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഈ പോളിസി എടുത്ത കാലയളവില് പെട്ടെന്ന് ഒരു അസുഖം വന്ന് അതുപോലൊരു സർജറി ആവശ്യമായിട്ട് വരുമ്പോഴൊക്കെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് മെഡിക്ലെയിം ഇൻഷുറൻസ്. ഓക്കെ, അതേസമയം അതെന്ന് പറയുമ്പോൾ കുറച്ച് നാരോ ആയിട്ടുള്ള ഒരു സ്കോപ്പ് മാത്രമേ അതിനുള്ളൂ. വളരെ നാരോ ആയിട്ട് എന്ന് വെച്ചാൽ അവിടെ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് അവർക്ക് എന്ത് ലഭിക്കുന്നത്, എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ, അങ്ങനെയുള്ള ചെലവുകൾ മാത്രം മീറ്റ് ചെയ്യാനായിട്ടാണ് മെഡിക്ലെയിം ഇൻഷുറൻസ് സഹായിക്കുന്നത്. ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ മൂലം ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമല്ലോ, ആ സമയത്ത് വരുന്ന ചെലവുകൾ മീറ്റ് ചെയ്യാനാണ് മെഡിക്ലെയിം ഇൻഷുറൻസ് സഹായിക്കുന്നത്. അതേസമയം ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് കുറെ കൂടി ഒരു ബ്രോഡർ കൺസെപ്റ്റ് ആണ്. എന്ന് പറഞ്ഞാല് അവിടെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകളും അതുപോലെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസും
പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസും അങ്ങനെ എല്ലാം മീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് എന്ത് ഹെൽത്ത് ഇൻഷുറൻസ്. വ്യത്യാസം മനസ്സിലായോ? അവിടെ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ മാത്രമല്ല, ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നതിന് മുൻപ് ഇപ്പൊ നമ്മൾ എപ്പോഴും ഹോസ്പിറ്റലൈസ് ചെയ്യുന്നില്ലല്ലോ, അതിന് മുമ്പായിട്ട് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ചെക്കപ്പുകൾ നമ്മൾ റൂട്ടീനായിട്ട് ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവാം, ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ടാവാം, ഷുഗറോ കൊളസ്ട്രോളോ BP അങ്ങനെയൊക്കെ നമ്മൾ നോക്കുന്നുണ്ടാവാം, ഇടയ്ക്കൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവാം. അതൊക്കെ എന്താണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകളാണ്. അല്ലെങ്കിൽ ഡോക്ടർ ചിലപ്പോൾ നമ്മൾ ഒരു ഫാമിലി ഡോക്ടറെ ചിലപ്പോൾ നമ്മൾ കൺസൾട്ട് ചെയ്തിട്ട് അങ്ങനെ കാര്യങ്ങൾ നോക്കുന്നുണ്ടാവാം. അപ്പൊ അത്തരത്തിലുള്ള ചെലവുകൾ നമുക്ക് അവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലൈസ് ഒക്കെ ചെയ്യപ്പെടുകയാണെങ്കിൽ അതും പറ്റും. അതുപോലെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, അതായത് ഹോസ്പിറ്റലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് പല സേവനങ്ങൾ, ഇപ്പൊ നമുക്ക് ഫിസിയോതെറാപ്പി സേവനങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ആവശ്യം വരാം അല്ലെ, അങ്ങനെയുള്ള ചെലവുകൾ കൂടെ മീറ്റ് ചെയ്യാനായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് സഹായിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മെഡിക്ലെയിം ഇൻഷുറൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിന് കുറച്ചും കൂടി ഒരു ബ്രോഡർ കവറേജ് കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. അതാണ് അവ തമ്മിലുള്ള വ്യത്യാസം. അല്ലാതെ നമുക്ക് വായിക്കുമ്പോൾ രണ്ടും എന്താണ് ഒരുപോലെയാണ്. കാരണം ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന കവറേജ് അത്രയേ ഉള്ളൂ. രണ്ട് സെയിം അല്ലെന്ന് തോന്നിപ്പോകും. പക്ഷെ ഓർക്കുക, ഹെൽത്ത് ഇൻഷുറൻസ് മെഡിക്ലെയിം ഇൻഷുറൻസിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഒരു ബ്രോഡർ കവറേജ് നൽകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഓക്കെ ആണോ? മനസ്സിലായില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഇൻഷുറൻസ് ഫേംസ് ഇൻ ഇന്ത്യ. അത് വേറെ ചോദ്യമൊന്നും വരില്ല കേട്ടോ, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ കൊടുത്തിരിക്കുന്നതാണ്. മേജർ വൺസ് കേട്ടോ, നമ്മുടെ ഇന്ത്യയിലൊക്കെ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഷുറൻസ് ഫേംസുകളുടെ കുറച്ച് പേരുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ചോദ്യമൊന്നും വരില്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അവൈവ ലൈഫ് ഇൻഷുറൻസ് ചിലതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ചിലവ് എടുത്തിട്ടുള്ളവരുണ്ടായിരിക്കും. ബജാജ് അലയൻസ്, അതുപോലെ ഭാരതി എയ്ഡ്സ്, ICICI പ്രudential, മാക്സ് ന്യൂയോർക്ക്, നെറ്റ് ലൈഫ് ഇന്ത്യ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. നെറ്റ് ലൈഫ് ഇന്ത്യ ഒക്കെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ളതാണ് അല്ലെ. ഈ പറഞ്ഞതെല്ലാം അത്യാവശ്യം മേജർ ആയിട്ടുള്ള ഇൻഷുറൻസ് ഫേംസ് ആണ് കേട്ടോ, അതായത് ഓപ്പറേറ്റഡ് ഇൻ അവർ ഇന്ത്യ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വായിച്ചു കിട്ടാൻ മതി കേട്ടോ. ബജാജ് അലയൻസ് ഒക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം കേട്ടോ. ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ അഡ്വാൻറ്റേജസ്, പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, ഡയറക്റ്റ് ഔട്ട് ഓഫ് പോക്കറ്റ് പേയ്മെന്റ്സ് റിസൾട്ട് ഇൻ എ ഫിനാൻഷ്യൽ ക്രൈസിസ് അസസിംഗ് ഹെൽത്ത് കെയർ. Accessing health care. Insurance coverage permits a poor patient to access highly costly health care service. ഒക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു ഹെൽത്ത് കെയർ ലഭിക്കാനായിട്ട് നമ്മൾ നേരിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. നമുക്ക് പറയാൻ പറ്റില്ല, അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തെങ്കിലും അസുഖങ്ങളോ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത ചെലവുകൾ വരും അല്ലെ. നമ്മളിപ്പോ എത്ര സമ്പാദിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയല്ലേ, അതെ. അപ്പൊ നമുക്കൊരു ഹെൽത്ത് കെയർ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പൈസ എടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലോട്ട് വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത് അത് ഏതൊരു പാവപ്പെട്ട പേഷ്യൻസിനാണെങ്കിലും ഏറ്റവും നല്ല പരിചരണങ്ങൾ അവർക്ക് ആക്സസബിൾ ആക്കി കൊടുക്കുന്നുണ്ട് അല്ലെ. അതിപ്പോ അവിടെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ അങ്ങനെയില്ല. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഉള്ള ഒരാളാണെങ്കിൽ അത് ഒരു പാവപ്പെട്ടവനാണെങ്കിൽ കൂടിയും ഏറ്റവും ഉയർന്ന, ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഹെൽത്ത് കെയർ അവർക്കും എന്താണ് അഫോർഡബിൾ ആക്കി മാറ്റാൻ പറ്റും അല്ലെ. ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഇൻഷുറൻസിലൂടെ നമുക്ക് എന്ത് ലഭിക്കും? പൈസ ലഭിക്കും. ഓക്കെ, അപ്പൊ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, പിന്നെ അടുത്തത് അത് തന്നെയാ പറയുന്നത്, എല്ലാം അതിന്റെ മീനിങ് തന്നെയാണ്. കോസ്റ്റ്ലി ഹെൽത്ത് കെയർ സർവീസസ് ക്യാൻ സെൻഡ് ദ ഫാമിലീസ് ടു പോവർട്ടി. മെഡിക്കൽ ഇൻഷുറൻസ് ക്യാൻ അവോയ്ഡ് ദിസ് സിറ്റുവേഷൻ അല്ലെ. ഭയങ്കര ചെലവേറിയിട്ടുള്ള ഹെൽത്ത് സേവനങ്ങൾ എന്ന് പറയുന്നത് അത് ഫാമിലീസിനെ പോവർട്ടിയിലേക്ക് ആക്കും അല്ലെ, ദാരിദ്ര്യത്തിലോട്ട് കൊണ്ടെത്തിക്കും. അപ്പൊ പക്ഷെ നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസിലൂടെ അങ്ങനെയുള്ള പല സാഹചര്യങ്ങളെയും ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത് എന്താണ്? മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് പെർമിറ്റ്സ് ദ പേഷ്യൻസ് ഫോർ നെഗോഷിയേഷൻ. ഓക്കെ, നെഗോഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ ഇവിടെ അർത്ഥം? നെഗോഷിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഡിസ്കസ് ചെയ്യാന്നുള്ള അർത്ഥമാണ്.
ഇവിടെ നെഗോഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞ പേഷ്യൻസിന് അവരുടെ കെയർ അല്ലെ, അവരുടെ ഹെൽത്ത് കെയർ മാനേജ് ചെയ്യാനായിട്ട് കുറെ കൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് അവരെ സഹായിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമുക്കൊരു ട്രീറ്റ്മെന്റ്, എന്തെങ്കിലും ഒരു രോഗം വന്നാൽ നമ്മളൊരു ട്രീറ്റ്മെന്റിന് പോയി, അത്യാവശ്യം ചിലവേറിയ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഡോക്ടർ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നാണ് പൈസ എടുത്ത് കൊടുക്കണമെങ്കിൽ ഒരു പക്ഷെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും, നമ്മൾ രണ്ടാമതൊന്ന് ചിന്തിക്കും ചിലപ്പോ അല്ലെ. അതേസമയം നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഉണ്ടെങ്കിൽ നമ്മൾ ഓക്കെ പറയും. കാര്യം എന്താണ്, നമ്മുടെ ഹെൽത്ത് കെയർ നമുക്ക് ലഭിക്കാനുള്ള ആ ഒരു നമുക്കൊരു കോൺഫിഡന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് അനുവദിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് അത് ആ ഒരു കവറേജ് നമുക്ക് ലഭിക്കും. ആ ഒരു സപ്പോർട്ട് നമുക്കൊരു മെഡിക്കൽ ഇൻഷുറൻസിലൂടെ ലഭിക്കുന്നുണ്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് മീൻസ് പേഷ്യന്റ് ഫോർ ദ നെഗോഷിയേഷൻ. നെഗോഷിയേഷൻ മീൻസ് ഇവിടെ പേഷ്യൻസിന് അവരുടെ ഹെൽത്ത് കെയർ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് അവരെ സഹായിക്കുന്നുണ്ട്. അവർക്ക് കുറെ കൂടെ കോൺഫിഡന്റ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഉള്ളിൽ നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് അവരെ കൂടുതൽ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊട്ടക്ട്സ് യു ഫ്രം ദ ഹൈ അൺഎക്സ്പെക്ടഡ് കോസ്റ്റ്. കേട്ടോ, അറിയാലോ, നേരത്തെ പറഞ്ഞ സെയിം കാര്യമാണ്. നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടുണ്ടാവുന്ന പല ചെലവുകളിൽ നിന്നും ഹെൽത്ത് ഇൻഷുറൻസ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന കേസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ എങ്ങനെയാണ്, നമുക്ക് അസുഖം വരുമ്പോൾ, അപകടങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ അൺഎക്സ്പെക്ടഡ് ചെലവുകളൊക്കെ നമുക്ക് അപ്പോഴാണ് വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. പിന്നെ അടുത്തത് എന്താണ്, ക്വാളിറ്റി ട്രീറ്റ്മെന്റ് വിൽ ബി മെയ്ഡ് അഫോർഡബിൾ അല്ലെ. ഏറ്റവും ക്വാളിറ്റി ഉള്ള ട്രീറ്റ്മെന്റ് എല്ലാവർക്കും അഫോർഡബിൾ ആക്കുന്നു അല്ലെ. ഇപ്പൊ അവിടെ ഒരു ഇൻഷുറൻസ് കവറേജ് ഉണ്ടെങ്കിൽ പിന്നെ നേരിട്ട് കയ്യിൽ നിന്ന് പൈസ എടുക്കേണ്ട കാര്യം വരുന്നില്ല. അത് ഓരോരുത്തരുടെയും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് അനുസരിച്ച് അവർക്ക് അവരുടേതായ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പൊ എല്ലാ ആളുകൾക്കും ഏറ്റവും ക്വാളിറ്റി ഉള്ള ട്രീറ്റ്മെന്റ് എല്ലാവർക്കും അഫോർഡബിൾ ആക്കി മാറ്റാനായിട്ട് അതിന് സാധിക്കും. ഓക്കെ, പിന്നെ അടുത്തൊരു പോയിന്റ് എന്താണ്, ടാക്സ് ബെനിഫിറ്റ്. അതായത് നികുതി ആനുകൂല്യം ലഭിക്കും നമുക്ക്. ഇൻഷുറൻസ്, അതായത് ഹെൽത്ത് ഇൻഷുറൻസിലൂടെ നമുക്ക് നികുതി ആനുകൂല്യം ലഭിക്കും. അതായത് ഈ നികുതി ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നത് അത് വേറെ ഒന്നുമല്ല. ഇപ്പൊ ടാക്സ് ഒക്കെ അടയ്ക്കുന്ന ആൾക്കാരില്ലേ, ടാക്സ് അടയ്ക്കുന്ന ആൾക്കാർ, എനിക്ക് 80C സെക്ഷൻ പ്രകാരമാണ് തോന്നുന്നുണ്ട്, ഉറപ്പില്ല. ആ ഒരു സെക്ഷനിൽ പറയുന്നുണ്ട് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുള്ള ആളുകൾക്ക് നികുതി ആനുകൂല്യം ലഭിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പൊ ഒരു അത്യാവശ്യം വാർഷിക വരുമാനമുള്ള ഒരാൾക്ക് എന്തായാലും അവർക്ക് ടാക്സ് അടയ്ക്കണം. ഇപ്പൊ ഒരു 5 ലക്ഷം, ഞാനൊരു വെറുതെ പറയണതാണ് കേട്ടോ, മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞപ്പോൾ 5 ലക്ഷം ടാക്സ് അടയ്ക്കേണ്ട ഒരാളാണെന്ന് വിചാരിക്കുക. വെറുതെ വിചാരിക്കുക, 5 ലക്ഷം ഒന്നും ഉണ്ടാവില്ലെങ്കിലും ഒക്കെ ഒരു 5 ലക്ഷം ടാക്സ് അടയ്ക്കേണ്ട ഒരാളാണെന്ന് വിചാരിക്കുക. ഇദ്ദേഹം ഒരു 10,000 രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, 10,000 രൂപയുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, അത് 10,000 രൂപ പ്രീമിയം അടച്ച് അയാൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 5 ലക്ഷം രൂപയിൽ നിന്ന് 10,000 രൂപ കഴിച്ച് ബാക്കി 4,90,000 രൂപയ്ക്കുള്ള നികുതി ഇയാൾ എന്ത് ചെയ്താൽ മതി, ഗവൺമെന്റിലേക്ക് പേ ചെയ്താൽ മതി. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതായത് ഈ നികുതി ആനുകൂല്യം ലഭിക്കുന്ന അവരടയ്ക്കുന്ന ടാക്സ് ഉണ്ടല്ലോ, ആ ടാക്സിൽ നിന്നും ആ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ എമൗണ്ട് കഴിച്ച് ബാക്കിയുള്ള എമൗണ്ടിന് അവർ എന്ത് ചെയ്താൽ മതി, ടാക്സ് അടച്ചാൽ മതി. ഇപ്പൊ മനസ്സിലായത് പറഞ്ഞ കാര്യം? അത്രയും അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇത് അത്രയുള്ളതാണ് ടാക്സ് ബെനിഫിറ്റ്. ഓക്കെ അല്ലേ, ക്ലിയർ ആയില്ലേ? അപ്പൊ അങ്ങനെ ഒരു ബെനിഫിറ്റും എന്തിനുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയൊക്കെ മനസ്സിലായല്ലോ. ഇത്രയും അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി വൈകണ്ട അല്ലെ. എടുക്കാത്തവരൊക്കെ എന്ത് ചെയ്യാം, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ നോക്കാം. അത് ഓരോരുത്തരുടെ സ്റ്റെബിലിറ്റിക്ക് അനുസരിച്ച് എടുക്കാൻ പറഞ്ഞല്ലോ. ഓരോരുത്തരുടെ എല്ലാവർക്കും ഇപ്പൊ വലിയ തുക പ്രീമിയം അടയ്ക്കാൻ കഴിവുള്ളവരാവണമെന്നില്ല. എല്ലാവർക്കും അവർക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിലുള്ള ഒരു പ്രീമിയം എടുത്ത് അതിലൂടെ നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. ഇത്രയാണ് അതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, എന്താണ്, നമുക്ക് ഒരു എല്ലാ ഹെൽത്ത് കെയർ ലഭിക്കാനായിട്ട് നമ്മൾ നേരിട്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ ചെലവഴിക്കുന്ന ആ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലോട്ട് നയിക്കും. അപ്പൊ ഏറ്റവും ഹൈലി കോസ്റ്റ്ലി ആയിട്ടുള്ള ഹെൽത്ത് കെയർ സർവീസുകൾ ലഭിക്കാൻ നമുക്ക് ഇൻഷുറൻസ് കവറേജ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് പേഷ്യൻസിനെ നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് അവരെ സഹായിക്കുന്നുണ്ട്. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കോസ്റ്റുകളിൽ നിന്നും ചെലവുകളിൽ നിന്നും ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ട്രീറ്റ്മെന്റുകൾ എല്ലാവർക്കും അഫോർഡബിൾ ആക്കി മാറ്റുന്നുണ്ട്. അതിലൂടെ നമുക്ക് ടാക്സ് ബെനിഫിറ്റും ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇത്രയും ഭാഗങ്ങള് ക്ലിയർ ചെയ്ത് പോണോ കേട്ടോ. ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഓക്കെ, അണ്ടർലൈൻ ചെയ്യാനുള്ള പോയിന്റ് എന്ന് പറയുമ്പോൾ
ഇവിടെ ടേംസുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടേംസുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ബാക്കിയുള്ളത് നിങ്ങൾ പഠിക്കുക. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുമ്പോ ഇപ്പൊ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ അഡ്വാൻറ്റേജസിൽ പെടുന്നത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റുകളൊന്ന് വായിച്ച് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ എളുപ്പം അത് മനസ്സിലാക്കാൻ പറ്റും. ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, ഇത് വേറെ അണ്ടർലൈൻ ഒന്നും ചെയ്യുന്ന കേട്ടോ. ഞാൻ പറയാം, അണ്ടർലൈൻ ചെയ്യേണ്ട ഭാഗങ്ങൾ ഞാൻ എന്തായാലും പറയും കേട്ടോ. നോട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കേണ്ടത് അത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ടേംസ് മനസ്സിലായിട്ടുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിനുള്ള അഡ്വാൻറ്റേജസും ഒക്കെയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് എക്സ്പെൻസസ് കവേർഡ് ബൈ ദ ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ. പൊതുവെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിലൂടെ കവർ ചെയ്തു പോകുന്ന എക്സ്പെൻസസുകൾ എന്തൊക്കെ എക്സ്പെൻസുകൾക്കുള്ള കവറേജ് പൊതുവെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഹെൽത്ത് ഇൻഷുറൻസ് തന്നെ കേൾക്കുമ്പോൾ നമുക്കറിയാലോ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകളൊക്കെ കവർ ചെയ്യാനായിട്ട് സഹായിക്കും, അത്രയേ ഉള്ളൂ. അത് തന്നെ എന്തൊക്കെയാണെന്ന് പ്രത്യേകം അവിടെ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമുക്കൊരു 7 പോയിന്റുകളാണ് പഠിക്കാനുള്ളത് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ ആണ് കേട്ടോ. നോക്കാം, ഇവിടെ പറയുന്നുണ്ട് ഈച്ച് ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ്സ് ദ പ്ലാൻസ് ദാറ്റ് കവർ വാരിയസ് എക്സ്പെൻസസ്. സം ഓഫ് ദ സ്റ്റാൻഡേർഡ് ഹെൽത്ത് എക്സ്പെൻസസ് കവേർഡ് ആർ ദ ഫോളോയിങ്. അതായത് നമ്മൾ ഓരോ ഇൻഷുറൻസ് കമ്പനിയും അവര് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാനുകൾ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഓരോ ഹെൽത്ത് ഇൻഷുറൻസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ പല പല പ്ലാനുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾ ഇൻഷുറൻസ് ഏജൻസിന്റെ അടുത്തൊക്കെ സംസാരിച്ചാൽ അറിയാൻ പറ്റും. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാന്ന് പറയുമ്പോൾ തന്നെ പല പല പ്ലാനുകളാണ്, പല പല പോളിസികളുണ്ട്. ചിലത് അങ്ങനെയൊക്കെ ഉണ്ട്, ഓരോ പ്ലാനുകളുണ്ട്. അപ്പൊ ഓരോ പ്ലാനുകളും പലതരത്തിലുള്ള എക്സ്പെൻസുകളെ ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവാം. എങ്കിലും പൊതുവെ എന്താണ് ഒരു സ്റ്റാൻഡേർഡ് ഹെൽത്ത് എക്സ്പെൻസസ്, അതിന് കീഴിൽ കവർ ചെയ്ത് പോകുന്ന സ്റ്റാൻഡേർഡ് ഹെൽത്ത് എക്സ്പെൻസസുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ. ആ പേര് സൂചിപ്പിക്കുന്നുണ്ട്, നമുക്ക് അറിയാം, മനസ്സിലാക്കാൻ പറ്റും. ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പേഷ്യന്റ് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ അഡ്മിറ്റ് ആവുമ്പോൾ വരുന്ന ചെലവുകൾ അതിനുള്ള കവറേജ് കിട്ടുന്നുണ്ട്. അടുത്തത് എന്താണ്? പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്, അതായത് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് വരുന്ന മറ്റു പല മെഡിക്കൽ എക്സ്പെൻസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹോസ്പിറ്റലൈസ് ചെയ്യണതിന് ഇടയ്ക്ക് റൂട്ടീനായിട്ട് ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പ്രിവെന്റീവ് സർജറികളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതൊക്കെ എന്താണ്? പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് ആണ്. അതുപോലെ തന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്, ദാറ്റ് മീൻസ് ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ മറ്റു പല മെഡിക്കൽ ചെലവുകൾ വരാം. അതായത് ഇപ്പൊ ഒരു ഫോളോ അപ്പിന് വേണ്ടിയിട്ട് വീണ്ടും ചിലപ്പോൾ ഇടയ്ക്ക് ചെക്കപ്പുകൾ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ചില സ്കാനിങ്ങുകൾ ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ വരുന്ന പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾക്കുള്ള കവറേജ് ലഭിക്കുന്നുണ്ട്. പിന്നെ ആംബുലൻസ് ചാർജസ് കേട്ടോ, എല്ലാം കൊടുക്കുന്നു എന്നല്ല പറയുന്നത്. അത് ഓരോ പോളിസികൾ എടുക്കുന്നതിന് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ നമ്മൾ പൊതുവെ മൊത്തത്തിൽ പറയുകയാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ പൊതുവെ കവർ ചെയ്ത് പോകുന്ന എക്സ്പെൻസുകൾ ഏതൊക്കെയാണ്. അത് ഓരോ പോളിസിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. എല്ലാത്തിലും ഇതെല്ലാം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അത് ഓരോ പോളിസിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആംബുലൻസ് ചാർജസ്, ചിലതിൽ ആംബുലൻസിനൊക്കെയുള്ള ചാർജസിന്റെ കവറേജ് കിട്ടും. പിന്നെ ഡേ കെയർ ട്രീറ്റ്മെന്റ്, ചിലവര് ഒരു ദിവസത്തേക്കായിട്ട് അഡ്മിറ്റ് ചെയ്ത് കിടക്കാം, അങ്ങനെയൊക്കെ വരില്ലേ, അങ്ങനെയുള്ള ചെലവുകള്. അതുപോലെ ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്, ഇൻകം ബെനിഫിറ്റ്, ഇത്രയും എക്സ്പെൻസുകളാണ് ഇവിടെ കവർ ചെയ്ത് പോകുന്നത് കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതിനെ പറ്റി സംസാരിക്കാം കേട്ടോ. അപ്പൊ എന്തായാലും ഈ ടേംസുകൾ ഇമ്പോർട്ടന്റ് ആണ്, അത് നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, ഞാൻ അഡ്മിറ്റ് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. Thank you, ma'am. Okay. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. 1 day കാണാൻ പറ്റും. താങ്ക് യു.